എയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ ഇങ്ങനെ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു എക്സ്പോണൻറ്റ് പവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 റൂളൊന്നും അവിടെ ആദ്യം പഠിച്ചു വെക്കണം. ആദ്യത്തെ കാര്യം ഇതാണ്: ഒരു എക്സ് റേസ് ടു എ ഗുണിക്കണം എക്സ് റേസ് ടു ബി ഗുണിക്കണം എക്സ് റേസ് ടു സി എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇവിടെയൊക്കെ ബേസുകൾ എന്താണ്, സെയിം ആണ്. എന്നിട്ട് അതിൻ്റെയൊക്കെ പവറിൽ എ ബി സി എന്നൊക്കെ ഉണ്ട്. ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ആ മേലത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുക. എ പ്ലസ് ബി പ്ലസ് സി, അങ്ങനെ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും. ഇനി ഇതുപോലെ എക്സ് റേസ് ടു എ ഹരിക്കണം എക്സ് റേസ് ടു ബി എന്നുള്ള ഫോർമാറ്റിലാണ് വന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഹരിക്കണമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എക്സ് റേസ് ടു എ മൈനസ് ബി ആണ്. ഹരിക്കലാണെങ്കിൽ ഈ ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചിട്ട് ഇവിടെ എഴുതി വെക്കുക. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടെ നോക്കാം. ഇവിടെ പറയുന്നത് 5³ എന്ന് പറയുന്നുണ്ട്, ഇൻറ്റു 5 എന്ന് പറയുന്നുണ്ട്. 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് 5⁻1 ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ പറയുന്ന ആൾ √5 എന്നാണ് പറയുന്നത്. ഈ √5 എന്ന് പറഞ്ഞാൽ 5⁻1/2 ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. √5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5⁻1/2. ഇനി ഈ 3 ആൾക്കാരെ ഗുണിച്ചു, പിന്നെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഹരിക്കണം 5⁻7/2 സമം 5⁻a+3 എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മൈനസ് നമ്മൾ ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. ഈ ആദ്യത്തെ ആളുകളെ ഗുണിക്കലല്ലടാ, നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ 5 എഴുതി മേലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടുക. 1 3 1/2 പറഞ്ഞ ഓർഡർ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. 3 1 1/2 കൂട്ടി. പിന്നെ ശ്രദ്ധിക്കുക, പിന്നെ ഇവിടെ ഒരു ഹരിക്കലുണ്ട്. എന്തുണ്ട്, ഹരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മേലെ എന്തിടണമെന്നാണ് പറഞ്ഞത്, ഒരു മൈനസ് ചിഹ്നോട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഉള്ള ആളെ കൂടുതൽ ഒരു മൈനസ് ഉണ്ട് അല്ലേ, അപ്പം ആ മൈനസും കൂടെ എഴുതണം. -7/2 സമം 5⁻a+3 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക 5 ഇവിടെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മേലുള്ള പവറിൽ കിടക്കുന്ന 2 ആൾക്കാർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 3+1+1/2 എന്നാണുള്ളത്. ശ്രദ്ധിക്കുക ഈ 2 മൈനസുകൾ കൂടി ചേർന്നിട്ട് എന്താവും, പ്ലസ് ആവും. +7/2 എന്നാവും സമം a+3. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സമത്തിൻ്റെ ഈ സൈഡിൽ 3 ഉണ്ട്, ഈ സൈഡിൽ 3 ഉണ്ട്. അവരെന്തായിപ്പോയി, വെട്ടിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ഈ 2 ആൾക്കാരൊന്ന് ആദ്യം കൂട്ടി വെക്കാം. 1/2ഉം 7/2 കൂട്ടിയാൽ ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താം, 2 എഴുതാം. മേലുള്ള 7ഉം 1ഉം കൂട്ടിയാൽ 8 ആണ്. 8ന് 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, 4 എന്ന് കിട്ടും. ഈ 4നോട് നമുക്ക് ഇനി ഒരു 1 കൂട്ടാൻ ബാക്കിയുണ്ട്. ആ 4നോട് 1 കൂട്ടിയാൽ എന്താണ് അവിടെ കിട്ടുക, 5 എന്ന് കിട്ടും. അപ്പം എ സമയം എത്രയായി, 5 ആയി. ഇതാണ് നമ്മുടെ ആൻസർ. കാര്യം കത്തിയുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കുക.